ഗലീലി കടലിനു പറയുന്ന മറ്റൊരു പേര് എന്താണ്? തിബേരിയൂസ്. വലിയൊരു ജനക്കൂട്ടം യേശുവിനെ അനുഗമിക്കാൻ കാരണം എവിടെയൊക്കെ അവർ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ്. രോഗികളിൽ, വലിയ ജനതതി വരുന്നത് കണ്ട് ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? പീലിപ്പോസിനോട്. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ എത്ര ധനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ലെന്നാണ് പീലിപ്പോസ് പറഞ്ഞത്. 200. അഞ്ചു ബാർലിയപ്പവും 2 മീനുമുള്ള ഒരു കുട്ടി അവിടെയുണ്ടെന്ന് യേശുവിനോട് പറഞ്ഞ ശിഷ്യൻ ആര്? അന്ത്രയോസ്. യേശു അപ്പം അത്ഭുതകരമായി വർദ്ധിപ്പിച്ചു നൽകിയ സ്ഥലത്ത് പുരുഷന്മാർ മാത്രം ഏകദേശം എത്ര പേർ ഉണ്ടായിരുന്നു? 5000-ഓളം. അഞ്ചു ബാർലിയപ്പത്തിൽ നിന്നും ജനങ്ങൾ ഭക്ഷിച്ചു തൃപ്തരായതിനു ശേഷം മിച്ചം വന്ന കഷണങ്ങൾ എത്ര കുട്ട നിറയെ അവർ ശേഖരിച്ചു? 12. അത്ഭുതം കണ്ട ജനങ്ങൾ യേശുവിനെ ആരാക്കാനാണ് ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിച്ചത്? രാജാവ്. ശിഷ്യന്മാർ വള്ളത്തിൽ കയറി കടലിനക്കരെയുള്ള ഏത് സ്ഥലത്തേക്കാണ് പുറപ്പെട്ടത്? കഫർനാമിലേക്ക്. ശിഷ്യന്മാർ എത്ര സ്ഥാദിയോൺ ദൂരം തണ്ടുവലിച്ചു കഴിച്ചപ്പോഴാണ് യേശു കടലിനു മീതെ നടന്നു വരുന്നത് കണ്ടത്? 25-ഓ 30-ഓ? കടലിനു മീതെ നടന്നു വന്ന യേശുവിനെ കണ്ട് ഭയന്ന ശിഷ്യന്മാരോട് അവൻ എന്താണ് പറഞ്ഞത്? ഞാനാണ്, ഭയപ്പെടേണ്ട. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന ഏത് അപ്പത്തിനു വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്? അനശ്വരമായ അപ്പം. ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്താണെന്നാണ് യേശു മറുപടി നൽകിയത്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. യഹൂദന്മാരുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് ഭക്ഷിച്ച അന്നം ഏതാണ്? മന്ന. യഹൂദർക്ക് സ്വർഗത്തിൽ നിന്നും യഥാർത്ഥമായ അപ്പം തരുന്നത് മോശയാണോ അതോ പിതാവായ ദൈവമാണോ? പിതാവായ ദൈവം. ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും എന്തു സംഭവിക്കുകയില്ല, വിശക്കുകയില്ല. യേശു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാനാണോ അതോ തൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണോ? അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ എന്ന് ചോദിച്ച് യേശുവിനെതിരെ പിറുപിറുത്തത് ആരാണ്? യഹൂദർ. ലോകത്തിൻ്റെ ജീവനു വേണ്ടി യേശു നൽകുന്ന അപ്പം അവൻ്റെ എന്താണ്? ശരീരം. കഫർനാമിലെ എവിടെ വെച്ച് പഠിപ്പിക്കുമ്പോഴാണ് യേശു ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ഈ വചനങ്ങൾ പറഞ്ഞത്? സിനഗോഗിൽ.
യേശുവിൻ്റെ വചനങ്ങൾ കേട്ട് ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞത് ആരാണ്? ശിഷ്യരിൽ പലരും. ഒന്നിനും ഉപകരിക്കാത്ത ശരീരത്തിന് വിപരീതമായി ജീവൻ നൽകുന്നത് എന്താണെന്നാണ് യേശു പറയുന്നത്? ആത്മാവ്. വചനം കഠിനമെന്ന് പറഞ്ഞ് പലരും വിട്ടുപോയപ്പോൾ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് യേശുവിന് മറുപടി നൽകിയതാര്? ശിമയോൻ പത്രോസ്. നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, എന്നാൽ നിങ്ങൾ ഒരുവൻ എന്താണെന്നാണ് യേശു പറഞ്ഞത്? പിശാച്. പന്ത്രണ്ടിൽ ഒരുവനായ ഏത് ശിഷ്യനെക്കുറിച്ചാണ് യേശു പിശാച് എന്ന് വിശേഷിപ്പിച്ചത്? യൂദാസിനെ കുറിച്ച്. ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അധ്യായവും വാക്യവും ഏത്? യോഹന്നാൻ 6:35. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63. കർത്താവെ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. യോഹന്നാൻ 6:68. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യോഹന്നാൻ 6:54. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന് ഉള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 6:51.